ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ സൗബിൻ ഷാഹിറും സുധി കോപ്പയും തകർത്തഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ക്രൈം ത്രില്ലർ മൂവിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഇലവീഴാപൂഞ്ചിറ എന്ന സിനിമ ചിത്രീകരിച്ച അതിമനോഹരമായ ലൊക്കേഷനും കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നുമായ ഇലവീഴാപൂഞ്ചിറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സിനിമയിൽ കണ്ട ആ മലനിരകളും വയർലെസ് സ്റ്റേഷനും കാഴ്ചകളും ഇന്ന് നമ്മൾ നേരിൽ കാണാൻ പോവുകയാണ്. ഇലവീഴാപൂഞ്ചിറയുടെ എല്ലാ സ്പോട്ടുകളും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കാരണം ഇവിടെയുള്ള കല്ലും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്രയും കൂടി ആകുമ്പോൾ യാത്രയുടെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. 1000 രൂപയാണ് ജീപ്പ് സഫാരിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഒരു ജീപ്പിൽ 7 പേർക്ക് വരെ സഞ്ചരിക്കാവുന്നതാണ്. ഇലവീഴാപൂഞ്ചിറ ജംഗ്ഷനിൽ എത്തുമ്പോൾ തന്നെ ജീപ്പ് സഫാരിക്കായി നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പുകൾ നമുക്ക് കാണാം. കുന്നിൻ മുകളിലുള്ള വയർലെസ് സ്റ്റേഷൻ, ഇലവീഴാപൂഞ്ചിറ തടാകം, മുനിയറ ഗുഹയ്ക്ക് സമീപമുള്ള മലങ്കര ഡാം വ്യൂ പോയിന്റ് എന്നിവയാണ് ജീപ്പ് സഫാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ മുനിയറ ഗുഹയ്ക്കുള്ളിലെ കാഴ്ച ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവിടെ നിന്നും വയർലെസ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. പകുതി ദൂരം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നിടം വരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ നിന്നും വ്യൂ പോയിന്റ് വരെ നമുക്കിനി നടന്നു പോയി വേണം കാണാൻ. കോട്ടയം ജില്ലയിലെ മേലുകാവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴാപൂഞ്ചിറ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരവും പ്രവചിക്കാൻ കഴിയാത്ത കാലാവസ്ഥയുള്ളതുമായ ഒരു കിടിലൻ ഹിൽ സ്റ്റേഷനാണിത്. മാൻകുന്ന്, കുടയത്തൂര്, തോണിപ്പാറ എന്നീ 3 മലകൾക്ക് നടുവിലാണ് ഇലവീഴാപൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയവും സൂര്യാസ്തമനവും കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഇടങ്ങളിൽ ഒന്നാണിത്. ഇലവീഴാപൂഞ്ചിറ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഇവിടം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. മുകളിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ ചിറയുടെ കാഴ്ച താഴെ നല്ല ഭംഗിയായി കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ താഴെ കാണുന്നതാണ് ഇലവീഴാപൂഞ്ചിറ തടാകം. തടാകത്തിന് സമീപത്തു കൂടിയാണ് പാലാ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നതിനുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ കാറ്റ് വീശുന്ന സ്ഥലമായതുകൊണ്ട് മരങ്ങളൊന്നും ഇവിടെ വളരുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇലവീഴാപൂഞ്ചിറ എന്ന പേര് വന്നത്. നമ്മൾ എത്തിയതോടെ ചെറിയ കോടയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കുളം പഞ്ചപാണ്ഡവർ വനവാസത്തിന് വന്നപ്പോൾ പാഞ്ചാലിക്ക് കുളിക്കുന്നതിന് വേണ്ടി ഭീമസേനൻ നിർമ്മിച്ചതാണെന്നുള്ള ഒരു ഐതിഹ്യവും ഉണ്ട്. മലമുകളിലേക്ക് നടക്കും തോറും മഞ്ഞു മൂടി കെട്ടിയ മലമുകളിൽ ഇലവീഴാപൂഞ്ചിറ സിനിമയിൽ തോന്നിയ പോലെ ഒരു നിഗൂഢതയും ഭയവും ഒക്കെ തോന്നിപ്പോകുന്ന ഒരു സ്ഥലമാണിത്. ഒരു ഹൊറർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ. ശരിക്കും മേഘങ്ങൾക്ക് മുകളിലുള്ള മറ്റൊരു ലോകം. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഈ മലയിൽ പച്ചപ്പുല്ല് മാത്രമേ ഉള്ളൂ. മുകളിൽ ഒരു മരം പോലും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലകൾ വീഴാറുമില്ല. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം. കനത്ത മൂടൽ മഞ്ഞ് വന്നും പോയും ഇരിക്കും. മൊബൈൽ നെറ്റ്വർക്കുകൾ ഇല്ലാതിരുന്ന കാലത്ത് വയർലെസ് സിഗ്നലുകൾ പാസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ഉയർന്ന പോയിന്റാണ് ഇവിടം. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടിമിന്നലിന്റെ കേന്ദ്രവും ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള അതികഠിനമായ പോലീസ് ഡ്യൂട്ടി ലൊക്കേഷനുകളിൽ ഒന്നുമായിരുന്നു ഇവിടം. ഇവിടെ ജോലി ചെയ്തിരുന്നവർക്ക് മുൻപ് വയർലെസ് മെസ്സേജുകളല്ലാതെ ആശുറോളം പുറലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇലവീഴാപൂഞ്ചിറ എന്ന സിനിമ ശരിക്കും ആ ഭീകരത നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇന്നിവിടമെല്ലാം മാറി. സഞ്ചാരികൾക്ക് നല്ല അടിപൊളി റോഡും മൊബൈൽ സിഗ്നലുകളുമെല്ലാം എത്തി. ഇന്നിവിടം സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഇടമാണ്. ഇലവീഴാപൂഞ്ചിറയുടെ ദൃശ്യഭംഗി എല്ലാവർക്കും ആസ്വദിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇന്നിവിടെ ലഭ്യമാണ്. ഈ കാണുന്നതാണ് ഇലവീഴാപൂഞ്ചിറയിലെ പഴയ വയർലെസ് സ്റ്റേഷൻ. ഇലവീഴാപൂഞ്ചിറ സിനിമയുടെ പ്രധാന ലൊക്കേഷനാണ് ഈ കാണുന്ന പഴയ വയർലെസ് സ്റ്റേഷൻ. ഇലവീഴാപൂഞ്ചിറ സിനിമയിൽ ഈ കാറ്റാടി നിൽക്കുന്നത് നല്ല ഭംഗിയായി കാണിക്കുന്നുണ്ട്. ഈ കാണുന്നത് പോലെയാണ് അന്ന് കാറ്റാടി ഇവിടെ നിന്നിരുന്നത്. അതിപ്പോൾ ഇവിടെ മറിഞ്ഞു വീണ് കിടന്ന് തുരുമ്പെടുക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ നിന്നിരുന്നെങ്കിൽ നല്ലൊരു ലുക്ക് തന്നെ ആയിരുന്നു.
മഞ്ഞും തണുപ്പും കാറ്റ് സൃഷ്ടിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ തോന്നും. വയർലെസ് സ്റ്റേഷനിൽ നിന്നും കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. വയർലെസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് വ്യൂ പോയിന്റിന്റെ ഏറ്റവും അറ്റത്ത് വരെ എത്താവുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മലങ്കര ഡാമിന് മുകൾ ഭാഗത്തുള്ള ക്ലൗഡ് ബെഡ് ഒക്കെ നല്ല ഭംഗിയായി കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ ഈ കോടമഞ്ഞിനിടയിലൂടെ മലങ്കര ഡാം റിസർവോയറിന്റെ കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെ എവിടെ നോക്കിയാലും പുൽമേടുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇല പോലും ഇവിടെ വീഴുകയില്ല. നല്ല തണുത്ത കാറ്റും ചുറ്റും മൂടുന്ന കോടമഞ്ഞും ക്ലൗഡ് ബെഡിന്റെ കാഴ്ചയും ഒക്കെ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ നിന്നുള്ള ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് മലങ്കര ഡാമിന്റെ റിസർവോയറിന്റെ കാഴ്ചയാണ്. എല്ലായ്പ്പോഴും നമുക്ക് അത് കാണാൻ സാധിക്കുകയില്ല. ചില സമയങ്ങളിൽ കോടമഞ്ഞ് മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സുന്ദര ദൃശ്യം കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ശക്തമായ കാറ്റും മഞ്ഞും മഴയും എല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് ജീപ്പിനടുത്തേക്ക് നടന്നു പോവുകയാണ്. ഇനി നമ്മൾ ഇലവീഴാപൂഞ്ചിറ തടാകവും മുനിയറ ഗുഹയുമാണ് കാണാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റായ ഇലവീഴാപൂഞ്ചിറ തടാകത്തിനടുത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയൊക്കെ നല്ല ഓഫ് റോഡാണ്. ഈ വ്യൂ പോയിന്റുകളെല്ലാം തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. ഈ കാണുന്നതാണ് ഇലവീഴാപൂഞ്ചിറ തടാകം. നല്ല വലിപ്പത്തിലാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഈ കുളം ഇപ്പോൾ കുടിവെള്ള പദ്ധതിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലിറങ്ങി കുളിക്കാനൊന്നും അനുവാദമില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ മുനിയർ ഗുഹ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു റിവറൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. ജീപ്പിന്റെ റിവർ ക്രോസിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ്.
നമ്മളിപ്പോൾ മുനിയറ ഗുഹയിലേക്കാണ് എത്തുന്നത്. ഗുഹയിലേക്ക് നമ്മൾ റോഡിൽ നിന്നും കുറച്ച് ദൂരം താഴേക്ക് നടക്കണം. നല്ല ഭംഗിയുള്ള മുളങ്കാടുകൾക്കിടയിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മൾ ഇറങ്ങി ചെല്ലുന്ന പാതയുടെ അടിഭാഗത്തായിട്ടാണ് ഗുഹയുടെ പ്രവേശന കവാടം. ഗുഹയുടെ പ്രവേശന കവാടം തീരെ ഇടുങ്ങിയതാണ്. പക്ഷേ ഉള്ളിൽ നല്ല സ്പേസ് ആണുള്ളത്. ഉള്ളിൽ വെളിച്ചക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഭയമൊക്കെ തോന്നും. ഇവിടുത്തെ ഒരു അത്ഭുതകരമായ കാര്യം, എത്ര മഴയായാലും എത്ര കടുത്ത വേനലായാലും ഈ ഗുഹയിലെ ഈ വെള്ളത്തിൻ്റെ അളവ് ഈ കാണുന്നത് പോലെ തന്നെയാണ്. അത് കുറഞ്ഞു പോവുകയോ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയോ ചെയ്യുകയില്ല. ഗുഹയുടെ ഉൾഭാഗത്ത് മുട്ടുവരെ എല്ലായ്പ്പോഴും വെള്ളം നിറഞ്ഞാണ് കിടക്കുന്നത്. നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമാണ് ഉള്ളിലുള്ളത്. ഉള്ളിലുള്ള ഒരു വലിയ ഉറവയിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. നമ്മൾ ഈ കാണുന്ന ഉറവയിൽ നിന്നാണ് വെള്ളം ഇവിടെ എത്തുന്നത്. പക്ഷേ ഈ വെള്ളം എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് കാണാനും സാധിക്കുകയില്ല. ഇതൊരു വലിയ വിസ്മയം തന്നെയാണ്. വർഷം മുഴുവൻ ഈ ഗുഹയ്ക്കുള്ളിൽ ഒഴുകുന്ന ഉറവ ഒരു അത്ഭുതം തന്നെയാണ്. ഈ ഗുഹയുടെ സമീപത്തായി ഒരു വ്യൂ പോയിന്റും ഉണ്ട്. അവിടെ നിന്നാൽ മലങ്കര ഡാമിന്റെ റിസർവോയറൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ സൗന്ദര്യവും ശാന്തതയുമെല്ലാം അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇലവിഴ പൂഞ്ചിറ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. നമ്മളെ ഇവിടേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന ഒരു വശ്യ സൗന്ദര്യമൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇലവിഴ പൂഞ്ചിറ. ഇവിടുത്തെ നല്ല ഓർമ്മകളുമായി ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യാത്രയിൽ മറ്റൊരു മനോഹരമായ സ്ഥലവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.